നമ്മുടെ എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് സാർ, പിന്നെ വേദിയിരിക്കുന്നവരുടെ പേരുകൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അതുപോലെ ഈ ഫംഗ്ഷന് വന്നിരിക്കുന്ന ഓഡിയൻസ് സൈഡിലിരിക്കുന്നവർ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. സ്റ്റേജിലിടാനുള്ള കസേരയില്ലാത്തത് ജെയിംസ് സാറിൻ്റെ കുടുംബത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന പല ആൾക്കാർക്കും ഈ മീഡിയയുടെ ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു വാർത്ത ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതെന്ന്. അതായത് 2006 അമേരിക്ക ആദ്യത്തെ ദേശീയ സംഘടനയായ ഫോക്കാനയ്ക്ക് 2 പ്രസിഡന്റുമാരെ കണ്ടത്. ഒന്ന് ശശിധരൻ നായരും 2 തമ്പിച്ചാക്കോയല്ലേ, തമ്പിച്ചാക്കോയല്ലായിരുന്നു അല്ലേ ഇലക്ഷൻ ശശിധരൻ നായർക്കെതിരെ മത്സരിച്ചത്? അതെ. അപ്പോൾ രണ്ടുപേരും ഫോക്കാന പ്രസിഡന്റുമാരായിട്ട് അതിൽ നല്ലൊരു പങ്ക് ഞാനും ജോലിയോസ് സാറും ഒക്കെ നമ്മൾ എഴുതി ഇവരെ ഒരിക്കലും അടുപ്പിക്കാത്ത രീതിയിൽ 2 ട്രാക്കിൽ കൂടെ കൊണ്ടുപോയി. ഇതിനുശേഷം 20 വർഷത്തിന് ശേഷം നിങ്ങൾ വീണ്ടും 2 ഫോക്കാന പ്രസിഡന്റുമാരെ ഞങ്ങൾ ഒരുമിച്ച് തിരിയും കൊളുത്തി. 2 പേരും പറയുന്നുണ്ട് അവരാണ് ഫോക്കാന പ്രസിഡന്റുമാരെന്ന്. അതിലൊരു തീരുമാനം മുൻ 2 പ്രസിഡന്റുമാരെ കൊണ്ട് ഞങ്ങളും സഹായിക്കും ഉണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ശൂന്യതയിൽ നിന്ന് വാർത്ത സൃഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് മാധ്യമപ്രവർത്തനം. ഇവിടെ ഇരിക്കുന്ന പലരും ഞാൻ ഈ ഗോണ്ടാനോമയിൽ പോയ കാര്യമായിരിക്കും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഇന്ന് അത് എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു നീണ്ട യാത്രയാണ്. ഞാൻ അതിൽ കൂടുതലായിട്ട് കിടക്കുന്നത്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു നീണ്ട പ്രോസസ്സായിരുന്നു. ഞാൻ മിലിറ്ററിയുടെ കുറച്ച് ജോബുകൾ ദിലീപങ്ങളിന് വേണ്ടി പിക്കറ്റിനെയും മിലിറ്ററി ബേസിലും ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് പരിചയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് പോയി റിക്വസ്റ്റ് ചെയ്തതാണ്. ഇതിനു മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്തത് ബാംഗ്ലൂരിൽ ഒരു പ്രാവശ്യത്തെ ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിലെ അണ്ടർവേൾഡ് ഡോൺ ആയിരുന്ന അഗ്നി ശ്രീധറിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. അന്ന് ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ചുറ്റിനും ഏതാണ്ട് ഒരു 15ഓളം അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ടീം എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ബച്ചൻ എന്നൊക്കെ പറയുന്ന ഇപ്പോഴും ബാംഗ്ലൂർ ഇടുങ്ങുന്ന ആൾക്കാരുടെ നടുക്ക് നിന്നാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അന്ന് നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ നിന്ന പിള്ളേർക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. പൊതുവേ എനിക്ക് അങ്ങനെ സ്ട്രെസ് ഇല്ല. കാര്യം എൻ്റെ ഒരു ലൈഫ് ജനിച്ച അന്ന് മുതലേ ഒരു റോളർ കോസ്റ്റർ പോലാണ്. അപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പെൻ്റഗണിൻ്റെ 100 കണക്കിനുള്ള പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പോയത്. നമ്മൾ അകത്തോട്ട് കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പോയിന്റിലും ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നാണ് ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോഴും പി ജെയിംസ് സാറിൻ്റെ ടാർഗറ്റ്. പക്ഷേ ജോയിൻറ്റ് ബേസ് ആൻഡ്രൂസ് വ്യോമസേന താവളത്തിൽ നിന്നാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ എയർഫോഴ്സ് വൺ അപ്പുറത്ത് കിടപ്പുണ്ട്. ആകെ ഒരു ഭാഗ്യം കിട്ടിയത് US പ്രസിഡന്റ് കയറുന്ന ആ ചുമന്ന കാർപ്പറ്റ് ഇട്ടുള്ള ആ ലാഡർ ഉണ്ടല്ലോ പ്ലെയിനിലോട്ട്. കാര്യം അവിടെ ആ ലാഡറിൽ കൂടെയാണ് എല്ലാ പ്ലെയിനും കയറുന്നത്. അതുകൊണ്ട് ആ കാർപ്പറ്റിൽ കൂടെ നമുക്കൊന്ന് ചവിട്ടി കയറാം. അതൊരു കൊട്ടാരക്കരക്കാരന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അമേരിക്ക നേരിടുന്ന ഭീഷണികൾ, ഇപ്പോൾ ഇറാൻ യുദ്ധത്തിനെ അല്ലെങ്കിൽ എന്തുമാത്രം വലുതാണെന്നുള്ളത് നേരിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഐമൻ ഡീൻ എന്ന് പറയുന്ന ഒസാമ ബിൻ ലാദൻ്റെ മാസ്റ്റർ മൈൻഡായിരുന്ന, ബുദ്ധി കേന്ദ്രമായിരുന്ന, അൽ-ഖ്വയ്ദയുടെ എല്ലാമായിരുന്ന ആളിനെ US ഗവൺമെൻറ് ഫ്ലിപ്പ് ചെയ്യിപ്പിച്ച് US ഗവൺമെൻറ് സൈഡിലാക്കി ഏതാണ്ട് 1.5 ദിവസത്തോളം ഇദ്ദേഹത്തെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞെട്ടലോടാണ് കേട്ടത്. കാരണം ബോംബ് നിർമ്മിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏതാണ്ട് 400ഓളം ലൊക്കേഷന് മുകളിൽ സെക്കൻഡുകൾക്കുള്ളിൽ അൽ-ഖ്വയ്ദയ്ക്ക് പൈസ എത്തിക്കാൻ പറ്റും. അത് ഹവാല എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഹവാല നെറ്റ്വർക്കിൽ കൂടെ ഈസി ആയിട്ട് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 2ാമത്തെ ദിവസം ഫ്ലിപ്പ് ചെയ്ത വേറെ അൽ-ഖ്വയ്ദയുടെ മറ്റൊരാൾ പറഞ്ഞത്, അതായത് അവരുടെ പ്ലാനുകൾ അമേരിക്കയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് മുഴുവൻ റെൻറ്റിന് അവരുടെ ആൾക്കാരെ വെച്ച് എടുത്തിട്ട് ഗ്യാസ് തുറന്നു വിട്ടിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ആളായിരുന്നു പാരീസിൻ്റെ ബോംബിങ്ങിൻ്റെ പിന്നിലെ സൂത്രധാരൻ. ഇപ്പം അമേരിക്കയുടെ സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒസാമ ബിൻ ലാദനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ
ഇവർ പ്രീ ട്രയലാണ്, വിറ്റ്നസ് ആക്കാൻ വേണ്ടിയുള്ള പ്രീ ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു ഒസാമ ബിൻ ലാദൻ ആഹാരം കഴിക്കുന്ന ഏതാണ്ട് 15 പേരുടെ ചുറ്റിനും ഇരുന്നാണ്. അതുമാത്രമല്ല ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് ഇങ്ങനെ ആക്രമിക്കുന്ന കാര്യം ആദ്യം കൊണ്ടുവന്നത് ഷെയ്ഖ് മുഹമ്മദ്, ഷെയ്ഖ് കാസിം ഷെയ്ഖ് മുഹമ്മദാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ. അപ്പോൾ ഇത് ഒസാമ ബിൻ ലാദൻ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ അമേരിക്ക ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. സാധാരണ രീതിയിൽ അമേരിക്ക ചിന്തിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബോംബുകളോ മറ്റേതെങ്കിലും രീതിയിൽ ഈ രാജ്യത്തെ ആക്രമിക്കുമെന്നാണ്. പക്ഷെ അമേരിക്ക ഒരിക്കലും ചിന്തിച്ചില്ല ഒരു വിമാനം ആയുധമാക്കി ഈ രാജ്യത്തെ ആക്രമിക്കാൻ പറ്റുമെന്നുള്ളത്. ആ ഐഡിയ കൊണ്ടുവന്ന ആളാണ് ഈ ഗുവാന്റനമോയിലെ ഏറ്റവും ഇതായിട്ടുള്ള നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന KSM എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ നിൽക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു. $500,000 ചെറിയ ചെറിയ പണമിടപാടുകളിലൂടെ അവർ ഇതിനുവേണ്ടി സ്വരൂപിച്ചത്. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെയും സുരക്ഷാ വീഴ്ചകളുണ്ടായിരുന്നു. ഈസി ആയിട്ട് വേണമെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യായിരുന്നു, കുറേ കൂടെ അലേർട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ത്രെറ്റിൽ തന്നെയാണ്. ഇറാൻ വാറിന് മുന്നേ ഹെൽത്തി ഡിബേറ്റ് നടന്നതായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റലിജൻസുകൾ പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ട്രംപ് പറഞ്ഞത് ചിറകരിഞ്ഞാൽ മതി അല്ലെങ്കിൽ ശിഖരങ്ങൾ അരിഞ്ഞാൽ മതി. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു മൂടോടെ പിഴുതെടുത്തില്ലെങ്കിൽ ഇനി അത് പ്രോബ്ലം ആകും അമേരിക്കയ്ക്ക്. അങ്ങനെയാണ് ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് പോയത്. ഞാൻ ഇറാൻ വാറിലേക്ക് കടക്കുന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ് മാറി. കാരണം എൻ്റെ കൂടെ യാത്ര ചെയ്ത ഏതാണ്ട് 80ഓളം പേര് ഡിഫൻസിൻ്റെ അറ്റോർണിമാരും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഗവൺമെൻറ് അറ്റോർണിമാരും അവരുടെ സപ്പോർട്ട് ടീമും പാരാലീഗൽസും ജഡ്ജിയുടെ സപ്പോർട്ട് ടീമും പിന്നെ 2 മാധ്യമപ്രവർത്തകർ. ഒന്ന് ഞാനും ന്യൂയോർക്ക് ടൈംസിൻ്റെ കാരൽ സോവൻബർഗ് ഇതിനോടകം ഇറാഖ് വാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1000-ലധികം ഗുവാന്റനമോയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ന്യൂയോർക്ക് ടൈംസിൽ പോയി അവരുടെ ആർട്ടിക്കിൾ എല്ലാം വായിക്കണം. ഇവർ ആദ്യമായിട്ട് സെപ്റ്റംബർ 11 കഴിഞ്ഞ് വരുന്ന ജനുവരി 11-നാണ് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ 20 ആൾക്കാരെ ഗുവാന്റനമോയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് എങ്ങനോ അറിഞ്ഞ് അവിടെ ഫെറി പിടിച്ച് ഇവരവിടെ ചെന്ന് അവർ നേരിട്ട് കണ്ടു ഈ പ്രിസണേഴ്സിനെ. ഈ ഓറഞ്ച് ജംപ് സ്യൂട്ടിലും എല്ലാം മാസ്ക് ഒക്കെ ഇട്ട് കൊണ്ടുവരുന്ന നേരിട്ട് കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നീട് 10 വർഷത്തിന് ശേഷം അന്ന് നേവിയുടെ ആൾക്കാർ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് അന്നത്തെ ദിവസത്തെയാണ് 2011 വിക്കിലീക്സ് പുറത്തുവിട്ടത്. അപ്പം അത് ന്യൂയോർക്ക് ടൈംസിൽ പോയാൽ ആ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനും കാരൽ സോവൻബർഗും പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ജോർജ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറും, അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ 2 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ നിയമം പഠിക്കുന്ന 2 കുട്ടികൾ, അങ്ങനെ 5 പേരാണ് ഗാലറിയിൽ. ആകെ എത്രയേ ഉള്ളായിരുന്നുള്ളൂ. 2 പട്ടാളക്കാർ ഫുൾ ടൈം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. ഒന്ന് കണ്ണ് ചിമ്മി ഒന്ന് ഉറങ്ങാൻ പോലും, എനിക്കൊക്കെ ഒരു വൈകുന്നേരം ഒരു 1 മണിക്കൂർ ഉറങ്ങുന്നതാണ്. പക്ഷേ അത് ഡിസ്റെസ്പെക്റ്റ്. അത് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിയമപരമായിട്ട് പറ്റും. അവിടെ അതിൻ്റെ പടം വരയ്ക്കാൻ അതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രോസസ്. വിസ്താരം കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അനുഭവമായിരുന്നു. പക്ഷേ ഈ അമേരിക്കയുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന പോലെ ജുഡീഷ്യൽ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഡിഫൻസ് ലോയേഴ്സ് മുഴുവൻ അവരുടെ ലീഡ് കഴിഞ്ഞാൽ അമേരിക്കൻ ആർമിയുടെ തന്നെ ആൾക്കാരാണ്. അതായത് പ്രതിക്ക് വേണ്ടി വാദിക്കുന്നതും പെൻറ്റഗൺ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന എയർഫോഴ്സിൻ്റെയും മറൈൻസിൻ്റെയും നേവിയുടെയും ഒക്കെ വക്കീലന്മാരാണ്. അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അതായത് സ്വന്തം രാജ്യത്തെ ആക്രമിച്ച പ്രതിക്ക് വേണ്ടി വാദിക്കുന്നു. അതുമാത്രമല്ല, അൽ-നഷ്രി എന്നൊക്കെ പറഞ്ഞ കൊടും ക്രൂരനൊക്കെ വരുമ്പോൾ ഇവർ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചൊക്കെയാണ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒരു കളിതമാശയും ഒക്കെ ഉണ്ട്. അത്ര അടുപ്പമാണ്. അതുമാത്രമല്ല, ഈ ഒരേ പ്ലെയിനിൽ പോയ ഈ 2 കൂട്ടരും ഈ വക്കീലന്മാർ ഈ പ്രതിക്ക് വേണ്ടി എത്ര അഗ്രസീവായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നറിയാം. അപ്പം ഞാനിതേപ്പറ്റി ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവരുടെ ക്ലൈൻ്റാണ്. ആ ക്ലൈൻറ്റിന് വേണ്ടി ഏത് എക്സ്റ്റെൻറ്റും പോകും. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തു, 3000 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ USS കോൾ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പൽ ബോംബിട്ട് തകർത്ത് 17 സോൾജേഴ്സ് പോയി. അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ മരിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും? അത് വേറെ വിഷയം.
ഇവിടെ പ്രതി എന്ന് ആരോപിക്കുന്ന ആളിനെ ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ ഇല്ലയോ എന്ന് കോടതിയുടെ മുന്നിൽ തെളിയിക്കണം. ജഡ്ജിയും വളരെ ന്യൂട്രലാണ്. ഒരു ദിവസത്തെ ലാസ്റ്റ് ദിവസത്തെ ക്രോസ് വിസ്താരം രാവിലെ തുടങ്ങി സാധാരണ രീതിയിൽ 3-4 മണിക്ക് തീരേണ്ടത് അത് രാത്രി 9 മണി വരെ പോവാം. ഒരു 7 മണിയായപ്പം ഈ ഡിഫൻസിൻ്റെ ഒരു ലോയർ മറ്റേ അൽഖയ്ദയുടെ ആളിനെ ക്രോസ് വിസ്താരം ചെയ്യുമ്പം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജഡ്ജി വാണിംഗ് കൊടുത്തു. അപ്പോൾ ഈ സ്ത്രീ ഗോച്ച എന്നൊക്കെ പറയുന്നുണ്ട്. ജഡ്ജി പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു, നിങ്ങളിങ്ങനെ ഈ ഗോച്ച എന്നൊന്നും ഉള്ള വാക്കുകളൊന്നും ഈ കോർട്ടിൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ലീഡ് ഡിഫൻസിൻ്റെ അറ്റോർണി ഒരു സ്ത്രീയാണ്, ആലിസൺ മില്ലർ എന്നാണ് അവരുടെ പേര്, ക്യാപിറ്റൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവരെഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് ജഡ്ജിനോട് പറയും. ജഡ്ജ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററിയുടെ വലിയ ഹൈ റാങ്കിലുള്ള ഒരാളാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഇൻട്രപ്റ്റ് ചെയ്യുന്നു, ഇപ്പം തന്നെ 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുക ക്രോസ് വിസ്താരം, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉടനെ ഇവർ ചോദിക്കുന്നത്, വൈ യു ആർ സോ ആംഗ്രി? ഉടനെ ജഡ്ജി പറഞ്ഞു, യെസ് ഐ ആം ആംഗ്രി. ഉടനെ ഈ ഡിഫൻസ് ലോയർ പറയുന്നത്, ഐ വാണ്ട് ദാറ്റ് ഓൺ റെക്കോർഡ്. അതെ, ഒരു മിലിറ്ററി കോടതിയിൽ അമേരിക്ക ആക്രമിച്ച പ്രതികളെ വിചാരണ ചെയ്യുന്നതിൽ ജഡ്ജിയെ ക്വസ്റ്റ്യൻ ചെയ്യുക ഡിഫൻസ് ലോയർ. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ റെക്കോർഡ് ആൻഡ് ഐ ആം ആൻ ആംഗ്രി മാൻ നൗ എന്ന് പറഞ്ഞു. അയാൾ വളരെ ശാന്തനായിട്ടുള്ള ഒരു ജഡ്ജാണ്. എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള അവസരവും കിട്ടി. പക്ഷേ അതാണ് അമേരിക്കയുടെ സൗന്ദര്യം. അത് ഐ ആം സോ പ്രൗഡ് ഓഫ് ദിസ് കൺട്രി. കാരണം പ്രതിയാണെങ്കിൽ പോലും ഈ രാജ്യത്തെ ഇത്രയും മുൾമുനയിൽ നിർത്തിയെങ്കിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളിന് ന്യായമായ ട്രയൽ ഉറപ്പാക്കുന്ന ഒരു രാജ്യം. അതിനുവേണ്ടി ആ പ്രതികൾക്ക് വേണ്ടി പൈസയും ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ വായിച്ചതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. CAയുടെ ബ്ലാക്ക് സൈറ്റ്സുകളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത്. ഈ ഞാൻ നേരിട്ട് കണ്ട പ്രതികളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ടോർച്ചറിൽ കൂടെ പോയതാണ്. ആ ഫയലുകളെല്ലാം സപ്രസ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 160 മണിക്കൂർ, ഏതാണ്ട് 7-8 ദിവസം അവർക്ക് ഉറങ്ങാൻ പറ്റാതെ അവരെ നിർത്തിയിട്ടുണ്ട്. വാട്ടർ ബോർഡിങ്, അങ്ങനെയുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഈ പ്രതികളുടെ അതിൽ കുറേ പേര് മരിച്ചുപോയി. പക്ഷേ ആ പ്രിസൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരികയാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇനി സ്ട്രെസ്സിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് പൊതുവേ സ്ട്രെസ് ഇല്ലാത്തൊരു കാര്യമാണ്. ഇതിൽ അത്യാവശ്യം സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പോകും, എങ്ങനെ തിരിച്ചു വരും, കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം, പിന്നെ ഇതെനിക്ക് ആരോടും പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് മിക്കവാറും എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പിന്നെ ഞാൻ പറയാത്തൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും, ജെയിംസ് സാർ ഉൾപ്പെടെ ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ വഴക്ക് കൂടി ജോർജ് ഇരിക്കേണ്ട എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വഴക്ക് കൂടാതെ ബിൽക്കോസ് ഫിലിപ്പേ ഉള്ളു. അത് വലിയ പ്രയാസമാണ്. ഐ എം ട്രൈങ് ദാറ്റ്. ഓക്കെ, പക്ഷേ ഞാനത് ഒരിക്കലും സ്വപ്നയോട് പറയത്തില്ല. അതുകൊണ്ട് സ്വപ്നം നിങ്ങളെ കാണുമ്പോഴെല്ലാം ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്ന് വരെ അത് ഒരിക്കലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായാലും ഷെയർ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറയുന്നത്, ഞാൻ വെള്ളിയാഴ്ച രാത്രിയിലാണ് പോകുന്നത്. പക്ഷേ ബുധനാഴ്ചയാണ് ഞാൻ സ്വപ്നയോട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിൽ വലിയൊരു മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇവള് എൻ്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ ഈ പോയ ആഴ്ചയിൽ ഓരോരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ ഞാനിത് തട്ടിക്കളയും. എങ്ങാണ് അപ്രൂവൽ കിട്ടിയാൽ പിന്നെ ഞാനില്ലാതെ പരിപാടി നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ തട്ടി കളഞ്ഞ് അങ്ങനെ സ്വപ്നം ഇപ്പോൾ സിയാറ്റിൽ പോയി. എന്നാൽ പിന്നെ അത് ഞാൻ തട്ടിക്കളയാൻ നോക്കി, നടന്നില്ല. എന്നാൽ പിന്നെ ഇവള് സംശയിച്ചാലോ എന്ന് വിചാരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോക്കാനയുടെ വേദിയിലിരിക്കുമ്പോൾ, മീഡിയ സെമിനാറിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പേപ്പർ ഇവർ പെൻറ്റഗണിൽ നിന്ന് അയച്ചു തന്നിട്ട് പറഞ്ഞ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒപ്പിട്ട്. അപ്പോൾ എനിക്ക് അറിയാം ഇത് അപ്രൂവലിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് പ്രിൻ്ററില്ല, പിന്നെ ഇത് ഡേറ്റ എഴുതാനുള്ള ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഞാൻ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വപ്നയോട് പറഞ്ഞു, ഇതുപോലെ ഇത് എൻ്റെ ഒപ്പിട്ട് ഉടൻ തന്നെ അയക്കാൻ പറഞ്ഞു. അന്നേരമാണ് ഈ ക്യൂബ എന്നൊക്കെ കണ്ടത്. അവർക്ക് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഫേക്ക് ഒപ്പിട്ട്. അപ്പോൾ അന്നേരം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്യൂബയിൽ പോകാനുള്ള ഒരു സാധ്യതയാണെന്ന് പറഞ്ഞു. അന്നേരം ഇത് അറിയത്തില്ലായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് ഞാൻ വിളിച്ചിരുത്തി, ഇത് ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ഇന്ന സ്ഥലം. അപ്പോഴത്തേക്ക് അവളാണ് ഈ കാരൽ സോഫൻബർഗിനെ പറ്റിയൊക്കെ അവളുടെ കണ്ടുപിടിച്ചതെന്ന്. ആളിന് ഇച്ചിരി വിഷമമായിപ്പോയി. ഞാൻ അത്രയും
അതായത് മെയ് മാസത്തിൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ഞാൻ ഏറ്റവും അവസാനം ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിലല്ലേ പറയുന്നത്. ഇനി ഞാൻ ഇതേപ്പറ്റി കുറേ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഹോം തിയേറ്ററിലിരുന്ന് റിലേറ്റഡ് മൂവീസുകളൊക്കെ കാണുമായിരുന്നു. അപ്പം ഞാൻ ലൈവൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിൽക്കും. നല്ല സ്ട്രെസ്സായിരുന്നു ലാസ്റ്റ് വീക്ക്. ഉള്ള സത്യം പറയണമല്ലോ, സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സ്ട്രെസ്സായിരുന്നു. അപ്പോൾ ഒരു ദിവസം സ്വപ്ന രാത്രി 8 മണിക്ക് കിടന്ന് ഉറങ്ങുന്നതാണ്. ഒരു രാത്രി 12:30 ആയപ്പോൾ ഇങ്ങനെ ഒരാൾ ഡോർ തുറന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. നോക്കിയപ്പം സ്വപ്നയായിരുന്നു. കാര്യം അവൾ ഉണന്ന് പെട്ടെന്ന് ഉറക്കത്തിൽ ഉണന്ന് നോക്കിയപ്പോൾ ഞാൻ അടുത്തില്ല. അപ്പോൾ ആൾ പേടിച്ചു പോയി. അങ്ങനെ താഴെ വന്ന് കുറേ നേരം കരഞ്ഞു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഐ ആം വെരി താങ്ക്ഫുൾ ടു സ്വപ്ന, മൈ കിഡ്സ്, പിന്നെ എൻ്റെ അമ്മ, ഇവരോടെല്ലാം. ഇവരും പിന്നെ SKനും അതുപോലെ എനിക്ക് ധൈര്യം തന്നെ. ഞാൻ ആ ജോയിൻ്റ് ആൻഡ് റൂട്ട് ബേസിൽ ഇരിക്കുമ്പം ജോർജ് സാറിൻ്റെ, PPM സാറിൻ്റെ, SKൻ്റെ അവരുടെ റേഡാറിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മെസ്സേജുകൾ വന്ന് ആ ധൈര്യത്തിലാണ് ഞാൻ പോയത്. ഐ ആം സോ താങ്ക്ഫുൾ ടു ഓൾ മൈ ഫ്രണ്ട്സ്. നിങ്ങളോടൊന്നും പറയാത്തതിനുള്ള ക്ഷമ ഒഫീഷ്യലായിട്ട് ഞാൻ ചോദിക്കുന്നു. താങ്ക് യു.